ആദ്യമായിട്ട് ഇവിടെ വരുന്നത് 2 വർഷം മുമ്പാണ്. അന്ന് എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ വന്നത്. അന്ന് മലപ്പുറത്ത് നിന്ന് ഞാൻ ഒരു നേഴ്സാണ്. അപ്പോൾ മലപ്പുറത്ത് നിന്ന് വർക്ക് ചെയ്ത് നൈറ്റ് കഴിഞ്ഞിട്ട് വന്നതായിരുന്നു. അന്നിവിടെ ഭയങ്കര തിരക്കായിരുന്നു. അമ്മ ഉടമ്പടി എടുക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി പത്രമായിട്ട് കയറിയപ്പോൾ ഞാൻ അമ്മയെ സമ്മതിച്ചില്ല. എനിക്ക് ചൂട് കാരണം ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അന്ന് ഞാനിവിടെ തിരിച്ചു പോയി. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ 30 ഞാൻ സൗദി പ്രോമട്രി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാം ആദ്യത്തെ വട്ടം തന്നെ എഴുതിയിട്ട് പാസ്സാകുവാണെങ്കിൽ ഉടമ്പടി എടുക്കാം, അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ നേർന്നിരുന്നു. കാരണം ഒരു വട്ടം എഴുതാനുള്ള പൈസയെ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ, ഒത്തിരി പൈസ മുടക്കാൻ വേണ്ടി ഇല്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ അതിനുവേണ്ടി ഒരുങ്ങിയിരുന്നു. രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥനയൊക്കെ മുടങ്ങാതെ ചൊല്ലുകയും പത്രപ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുന്നേയും. ഒക്ടോബറിലായിരുന്നതുകൊണ്ട് അഖണ്ഡ ജപമാല റാലിക്ക് ഒരു മാസം നോയമ്പെടുത്ത് ഞങ്ങൾ കുടുംബസമേതം ഞങ്ങൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എക്സാമിന് ഞാൻ സെലക്ട് ചെയ്തിരുന്നത് ചൊവ്വാഴ്ചയായിരുന്നു. അമ്മയുടെ ദിവസം ആയതുകൊണ്ട് ഒക്ടോബർ 8 ഞാൻ സെലക്ട് ചെയ്തിരുന്നത്. അതിന് മുന്നേ എനിക്കൊരു ക്രാഷ് കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകുന്നതിന് മുന്നേ ഞാനാണെങ്കിൽ ഇവിടെ വന്നിരുന്ന ഒരു 3-4 മണിക്കൂർ ഇട്ടിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ അറ്റത്തിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ മാതാവിൻ്റെ യേശുപ്പച്ചൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, എന്നെ ഒന്ന് നോക്കാവോ, എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് നോക്കാവോ എന്ന് ഞാൻ ചോദിച്ചു. ഒന്നും സംഭവിച്ചില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ചു പോയി. എക്സാമിന് ക്രാഷ് കോഴ്സ് കഴിഞ്ഞു. തിരിച്ച് വീട്ടിൽ വന്ന് അടുത്ത ദിവസം തന്നെ എനിക്ക് പോകണമായിരുന്നു. ചെന്നൈയിലായിരുന്നു സെൻറ്റർ. തിരിച്ച് ഒക്ടോബർ 7 വൈകിട്ട് എനിക്ക് ചെന്നൈയിൽ പോകണം. അപ്പോൾ 4:30 ട്രെയിന്. 3:30 ഞാനാണെങ്കിൽ മാതാവിൻ്റെ യേശുപ്പച്ചൻ്റെ അടുത്ത് ഞങ്ങളുടെ വീട്ടിൽ ഒരു സ്ഥലം ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഞാനിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഞാൻ പോവാണ്, എൻ്റെ കൂടെ വരണം പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ യേശുപ്പച്ചനും മാതാവും എന്നെ നോക്കി. കുനിഞ്ഞിരിക്കുകയാണ് മാതാവ്, ഭയങ്കര വിഷമത്തോടെ ഇരിക്കുകയാണ് എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ അന്ന് എന്നെ മാതാവ് നോക്കി. ഞാൻ സൈഡിലോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ യേശുപ്പച്ചനും എന്നെ നോക്കി. എനിക്ക് ഉറപ്പായിരുന്നു, ഞാൻ അന്നേരം തന്നെ ഉറപ്പിച്ചു ഞാൻ ആ പരീക്ഷയ്ക്ക് ജയിക്കുമെന്ന്. എന്നിട്ട് ഞാൻ എക്സാമിന് പോയി. അമ്മ 2 ദിവസം മുന്നേ ഇവിടെ വന്നിട്ട് തമിഴ് പത്രം മേടിച്ചിട്ട് വന്നിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മയ്ക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും. അമ്മ പറഞ്ഞു മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് ഭാഷാരീതിയിലെങ്കിലും ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് 12:30 എക്സാമിന് സമയം പറഞ്ഞിരുന്നത്. പക്ഷേ തലേന്ന് സെൻറ്ററിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു 10:30 ഞാൻ അവിടെ എത്തണമെന്ന് പറഞ്ഞു. ഞാൻ 10:30 അവിടെ എത്തി. ഇവിടുത്തെ ചൊവ്വാഴ്ചയായിരുന്നു. ഇവിടുത്തെ ധ്യാനത്തിനിടയ്ക്ക് 11:30 ഞാൻ എക്സാമിന് കയറി. ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിൽ നഖത്തിനിടയ്ക്ക് വെച്ചിട്ട് കാശുരൂപം എൻ്റെ തുണിയിൽ തയ്ച്ചിട്ടുമാണ് ഞാൻ കയറിയത്. സിസ്റ്റത്തിൻ്റെ അവിടെ ചെന്ന് ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ഉപ്പ് അവിടെ വിതറി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഓരോ ക്വസ്റ്റ്യൻസ് ക്ലിക്ക് ചെയ്യുമ്പോഴും എനിക്ക് ഉത്തരം ശരിയാണോ തെറ്റാണോ ടഫായിട്ടോ ഒന്നും തോന്നിയില്ല. എന്തൊക്കെയോ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് എക്സാമിന് 1 മണിക്കൂർ മുന്നേ കറക്റ്റ് 1:30 ആയപ്പോൾ ഇവിടുത്തെ ധ്യാനം തീർന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇറങ്ങിയത്. എനിക്ക് ടെൻഷനൊന്നും ഇല്ല, ഞാൻ ജയിക്കും, എനിക്ക് അത്രയ്ക്ക് ഉറപ്പാണ്. ഞാൻ പിന്നെ ഉടമ്പടി എടുക്കാൻ വേണ്ടി ഒരുങ്ങി. എന്നും ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് റിസൾട്ട് വന്ന അടുത്ത ദിവസം തന്നെ എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ജപമാല റാലിക്ക് വന്നു. 29 ചൊവ്വാഴ്ച റിസൾട്ട് വരുമെന്ന് അറിഞ്ഞു. എല്ലാവർക്കും റിസൾട്ട് 10 മണിയായപ്പോൾ വന്നു. എനിക്ക് മാത്രം വന്നില്ല. എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. എൻ്റെ അക്കാദമിയിൽ നിന്ന് വിളിച്ച് തുടങ്ങി, എന്താ റിസൾട്ട് നോക്കാത്തതെന്ന് പറഞ്ഞ്. ഏജൻസി വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. ഞാനാണെങ്കിൽ എൻ്റെ ഫോണിൽ നോക്കാനായിട്ട് എനിക്ക് കുറേ നേരമായിട്ട് പറ്റുന്നില്ല. ഞാൻ 11:30 വീട്ടിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആണെങ്കിൽ ഞാൻ വെറുതെ എൻ്റെ മെയിൽ തുറന്ന് നോക്കണമെന്ന് എനിക്ക് അറിയത്തില്ല, മെയിൽ വന്നിരിക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. 11:30 ആയപ്പോൾ വെറുതെ ഞാൻ എൻ്റെ മെയിലും തുറന്ന് നോക്കി. അന്ന് രാവിലെ 6:30 എൻ്റെ റിസൾട്ട് വന്നതാണ്. ഞാൻ ആ റിസൾട്ട് വന്ന ആരും അറിഞ്ഞിട്ടില്ല. ഇവിടുത്തെ ധ്യാനം തുടങ്ങി അന്നേരമാണ് ഞാൻ അറിയുന്നത് എൻ്റെ റിസൾട്ട് വന്നു എന്ന്. 500 മാർക്കാണ് ഞാൻ ചോദിച്ചത്. 593 മാർക്ക് വന്ന് എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എന്നിട്ട് 29 റിസൾട്ട് വന്ന് 30 രാവിലെ തന്നെ ഞാനിവിടെ വന്ന് 30 രാവിലെ തന്നെ ഞാനിവിടെ വന്ന് ആദ്യത്തെ ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം എനിക്ക് വിദേശത്ത് പോകുന്നതിന് മുന്നേ നാട്ടിലൊരു ജോലി വേണമെന്നായിരുന്നു. കാരണം സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കാൻ വേണ്ടി ഒത്തിരി പേപ്പർ വർക്കുകൾക്കൊക്കെ ഒത്തിരി പൈസ വേണം. നാട്ടിലൊരു ജോലി വേണമെന്നായിരുന്നു ആഗ്രഹം. ഞാനത് ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചു. നിയോഗം വെച്ച് 9ാമത്തെ ദിവസം തന്നെ ഞാൻ അതിന് മുന്നേ തന്നെ 2 മാസങ്ങളിൽ കുറേ കേരളത്തിലെ മിക്ക ഹോസ്പിറ്റലുകളും ഞാൻ ട്രൈ ചെയ്തിരുന്നു. CV അവർ സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറയുന്നതല്ലാതെ ഒരു ഇൻ്റർവ്യൂവിന് പോലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. എന്നെ അവർ ഒരു ഇൻ്റർവ്യൂവിന് പോലും വിളിച്ചിട്ടില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് 9ാമത്തെ ദിവസം എന്നെ നേരത്തെ ഞാൻ അയച്ചു കൊടുത്ത സ്ഥലത്ത് ഞാൻ ഒന്നുകൂടെ എനിക്ക് അയച്ചു കൊടുക്കാൻ തോന്നി. ഞാൻ ഒന്നുകൂടെ അയച്ചു കൊടുത്തു. എനിക്കൊരു ചൊവ്വാഴ്ചയായിരുന്നു അവിടെ ഇൻ്റർവ്യൂ വന്നിരുന്നത്. ഞാൻ അവിടെ പോയി. ഞാൻ പാസ്സായി.
പാസ്സായിട്ട് ഞാൻ ചെന്ന് ആ വാർഡിൽ ചെന്നപ്പോൾ അത് മാതാവിൻ്റെ, ഞാൻ ആദ്യം ചെന്ന് ആ വാർഡിൽ ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ മാതാവിൻ്റെ, കൃപാസന മാതാവിൻ്റെ ഒരു രൂപമാണ് ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചു ഇതെന്താ ഇവിടെ ഇരിക്കുന്നത്, അന്നേരം പറഞ്ഞു ഇൻചാർജ് ഇവിടെ ഉടമ്പടി എടുത്ത ആളാണ്. അപ്പം ഞാൻ ഇൻചാർജ്, എൻ്റെ ദേഹത്ത് കാശുരൂപം കിടക്കുന്നതായിട്ട് ഇൻചാർജ് എന്നോട് സംസാരിച്ചു. എന്നോട് പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല, നീ 5:30 എണ്ണീറ്റ് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല, നീ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി സിസ്റ്ററെ. ഞാൻ അന്ന് തൊട്ട് സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കാണുന്നത് സിസ്റ്ററുടെ സ്റ്റാറ്റസ് 5:30 ആകുമ്പോൾ സിസ്റ്ററുടെ സ്റ്റാറ്റസ് ഇവിടുത്തെ ഡെയിലി ബ്രെഡ് ഇട്ടിരിക്കുന്നതാണ്. എന്നിട്ട് സിസ്റ്റർ എന്നോട് പറയുമായിരുന്നു നിന്നെ മാതാവായിട്ട് ഇവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ നീ എൻ്റെ അടുത്ത് തന്നെ ഇവിടെ വരത്തില്ലെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് ഒത്തിരി ഹെൽപ്പുകൾ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന്. അങ്ങനെ ഞാനാണെങ്കിൽ അന്നേരം ഒന്നും ഞാൻ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ഉടമ്പടിയിൽ വെച്ചിട്ടില്ലായിരുന്നു. അന്നേരം കുറേ ഇൻ്റർവ്യൂകൾ ഞാൻ സൗദിക്ക് വേണ്ടി അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. എങ്കിലും എനിക്ക് വിഷമമില്ലായിരുന്നു. എൻ്റെ മാതാവ് എനിക്ക് വേണ്ടി എന്തെങ്കിലും നല്ലത് ഒരുക്കിയിട്ടുണ്ടാവുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഫെബ്രുവരി 4-ാം തീയതി അപ്പം എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കി. 6ാമത്തെ ദിവസം എനിക്കാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ വരികയും എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം താല്പര്യമില്ലായിരുന്നു, എനിക്ക് ക്ലിനിക്കിൽ പോകണമെന്നായിരുന്നു താല്പര്യം. എന്നിട്ട് ഞാൻ വെറുതെ ഇടയ്ക്ക് ചിന്തിക്കുമായിരുന്നു ഇൻ്റർവ്യൂവിന് ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചില്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വലിയ ഇംഗ്ലീഷ് ഒന്നും പറയാൻ എനിക്ക് അറിയത്തില്ല, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചില്ലായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. അങ്ങനെയൊന്നും നടക്കത്തില്ലെന്ന് എനിക്കറിയെങ്കിലും ഞാൻ വെറുതെ പറഞ്ഞതാണ്. അങ്ങനെ ആദ്യത്തെ ഉടമ്പടി പുതുക്കി 6ാമത്തെ ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വരികയും ഞാനത് അറ്റൻഡ് ചെയ്യുകയും എന്നോട് ഒരു ക്വസ്റ്റ്യനും ചോദിച്ചില്ല. എൻ്റെ പേരും എൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് മാത്രം ചോദിച്ചു. എന്നിട്ട് അവർ നിർത്തി. 2 ദിവസം കഴിഞ്ഞ് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ VFSം മെഡിക്കലും എല്ലാം കഴിഞ്ഞു. മാർച്ച് 13-ാം തീയതി എൻ്റെ വിസ വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് പോകാൻ വേണ്ടിയിട്ട് പൈസയൊന്നും ആയിട്ടില്ല, ലക്ഷങ്ങൾ കൊടുക്കണം. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു പൈസ ആകുമ്പോഴത്തേക്ക് ടിക്കറ്റ് വരാവേ എന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ടിക്കറ്റ് വന്നു. 4 ദിവസം മുന്നേ എനിക്ക് പോകാനുള്ള പൈസയെല്ലാം റെഡി ആയത്. ഇന്നലെ എൻ്റെ ടിക്കറ്റ് വന്നു. ഞാൻ 8-ാം തീയതി സൗദിയിലേക്ക് പോവുകയാണ്. ദൈവത്തിന് 1000 നന്ദി. പിന്നെ എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടനാണെങ്കിൽ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ചേട്ടന് തീരെ താല്പര്യമില്ലായിരുന്നു വിദേശത്ത് എവിടെയും പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊന്നും അങ്ങനെയൊന്നും അല്ലാത്തത് കൊണ്ട് വിദേശത്ത് പോകാതൊന്നും നടക്കത്തില്ലാത്തത് കൊണ്ടിട്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ ചേട്ടനെ മനസ്സ് മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. വിദേശത്തൊന്ന് പോയി നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അമ്മയാണെങ്കിൽ ജനുവരി 18-ാം തീയതി അമ്മയുടെ ചേച്ചിയുടെ ഉടമ്പടി പുതുക്കലിൻ്റെ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു ചേട്ടന് വിദേശത്ത് തന്നെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. ജനുവരി 27-ാം തീയതി ചേച്ചി ഒരു പത്രക്കടലാസിൽ നിന്ന് ചേട്ടന് വിദേശത്തേക്ക് ഒരു ജോലിയുടെ ഇത് കാണിക്കുകയും ചേട്ടൻ അത് അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അത് പാസ്സാവുകയും ചെയ്തു. കൃത്യം 1 മാസത്തിന് ശേഷം ഫെബ്രുവരി 18-ാം തീയതി ചേട്ടന് ടിക്കറ്റ് ഫെബ്രുവരി 24-ാം തീയതി ചേട്ടൻ കയറി പോകണം എന്ന് ഏജൻസി വിളിച്ച് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ ഇവിടെ വന്ന് ചേച്ചിയും ചേട്ടനോട് ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞത് ടിക്കറ്റ് വന്നു, ചേട്ടൻ പോവുകയാണെന്ന്. ചേട്ടൻ അങ്ങനെ ഈ മാസം ഫെബ്രുവരി 24-ാം തീയതി ചേട്ടൻ ദുബായിലേക്ക് പോയി. അന്ന് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വന്നിരുന്നാണ് പത്രം വാങ്ങുന്നത്. ഞങ്ങൾ 4 പേരും ഒരുമിച്ച് വന്ന് പത്രം വാങ്ങും. എല്ലാവരും ഓരോ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നതും ജോലിയും വീടും ഒക്കെ ഓരോ സ്ഥലത്താണ്. ഞങ്ങളിപ്പോൾ ഓരോ സ്ഥലത്താണ് പത്രങ്ങൾ കൊടുക്കാറ്. കാരുണ്യ പ്രവർത്തികളായാലും ഞങ്ങൾ ഓരോരുത്തരായിട്ട് ചെയ്യും. ഞാനാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകുമ്പോഴായാലും അവിടെ നിന്നിട്ട് എനിക്ക് അർഹതപ്പെട്ടവരും തോന്നുന്നവർക്ക് ഞാൻ പൈസ കൊടുക്കുകയും ഭക്ഷണം മേടിച്ച് കൊടുക്കുകയും ചെയ്യും. എൻ്റെ കൂടെ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് പത്രം കൊടുക്കുകയും ഇവിടെ വരണം, ഇവിടെ വന്നാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എൻ്റെ ചേച്ചിയും അമ്മയാണെങ്കിൽ വീട്ടിൽ എല്ലാ ആഴ്ചയിലും ഒരു ശനിയാഴ്ച 5 പേർക്കെങ്കിലും കുറഞ്ഞത് പൊതിച്ചോറ് കൊടുക്കും. ആശുപത്രിയിൽ പോയി രോഗികളെ സന്ദർശിക്കുകയും ഉപവാസം ആഴ്ചയിൽ 3 ദിവസങ്ങളിലൊക്കെ ഞാൻ ഉപവാസം എടുക്കാറുണ്ട്. എൻ്റെ അമ്മയും ചേച്ചിയും ഞങ്ങളെല്ലാവരും 3 ദിവസങ്ങളിലെങ്കിലും ഉപവാസം എടുക്കാറുണ്ട്. ചൊവ്വാഴ്ചയിൽ എല്ലാ ദിവസവും ധ്യാനം കൂടും. അച്ഛൻ്റെ ധ്യാനം എല്ലാം ഷെയർ ചെയ്യും. പിന്നെ എൻ്റെ കാലിലാണെങ്കിൽ ഒരു വേദന ഉണ്ടായിരുന്നു. നേഴ്സായതുകൊണ്ട് ഒത്തിരി ഓടണമല്ലോ, അപ്പോൾ എനിക്ക് ഓടാനോ നടക്കാനോ ഒന്നും നിൽക്കാൻ പോലും എനിക്ക് പറ്റത്തില്ലായിരുന്നു. ചില ദിവസങ്ങളിൽ ഞാൻ ഇരുന്ന് കരയുമായിരുന്നു വാർഡിലിരുന്നിട്ട്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞൊണ്ടിയാണ് ഞാൻ നടക്കാറ്. എല്ലാവരും എന്നോട് ചോദിക്കും എന്തിനാ ഇങ്ങനെ ഞൊണ്ടി നടക്കുന്നതെന്ന്. ഞാൻ എന്നിട്ട് ആശുപത്രിയിൽ പോയില്ല. എനിക്കറിയാമായിരുന്നു എൻ്റെ മാതാവ് എനിക്ക് മാറ്റി തരും. ഞാനിവിടെ ഉടമ്പടിയിൽ ഇരിക്കുകയാണ്, പിന്നെ എന്തിനു ഞാൻ ആശുപത്രിയിൽ പോകണം. ഞാൻ എന്നും തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഫെബ്രുവരി 25-ാം തീയതി ചേട്ടൻ പോയി. ഞങ്ങൾ വീട്ടിൽ തരിച്ചാണ്, ഞാനും അമ്മയും ഉണ്ട്. ഞാൻ കിടക്കുകയാണ്. എനിക്ക് രാവിലെ എണ്ണിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കാൽ അനങ്ങുന്നില്ല. ഞാൻ വിചാരിച്ച് തളർന്നു പോയി. അമ്മയാണെങ്കിൽ തൈലം എടുത്ത് എൻ്റെ കാലിൽ പുരട്ടി. അമ്മ പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് ആ വേദന വന്നതല്ലാതെ പിന്നെ ആ വേദന എങ്ങനെ മാറിയെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു മരുന്നും ഞാൻ കഴിച്ചിട്ടില്ല.
ആ വേദന പൂർണ്ണമായിട്ടും എനിക്ക് സൗഖ്യപ്പെട്ടു. ബൈബിള് വായിക്കും, സ്ഥിരമായിട്ട് ബൈബിള് വായിക്കും. അപ്പം എൻ്റെ ഈ ടിക്കറ്റ് വരുന്നതിന് മുന്നേ എനിക്കുണ്ടായിരുന്നു എൻ്റെ ബൈബിള് വായിച്ച് തീരുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ടിക്കറ്റ് വന്നാൽ മതിയെന്ന്. എന്നും ഞാൻ രാത്രിയാണ് ബൈബിള് വായിക്കാറ്. അരമണിക്കൂറൊന്നും അല്ല, 1 മണിക്കൂർ എനിക്ക് തോന്നുന്നു. ഒത്തിരി നേരം ഞാൻ വായിക്കും. അപ്പം ഇന്നലെ രാവിലെ എനിക്ക് ഇന്നലെ ഉച്ചയ്ക്ക് ബൈബിൾ വായിക്കാൻ തോന്നി. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഉച്ചയ്ക്ക് ഞാൻ 2 മണിയൊക്കെ ആയപ്പോൾ ബൈബിൾ വായിച്ചു. ബൈബിൾ വായിച്ച് തീർത്തു. എൻ്റെ ബൈബിൾ ഞാൻ വായിച്ച് തീർത്തു. 3:30 ആയപ്പോൾ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ആദ്യം ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നേ പറയത്തുള്ളൂ. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഞാൻ വന്നത്. ഇന്ന് തന്നെ വന്ന് മാതാവിനോട് പറഞ്ഞിട്ട് വേണം ഇനി എനിക്ക് എല്ലാവരോടും പറയാൻ. പൈസ പോലും ഏജൻസിയിൽ കൊടുത്തിട്ടില്ല. മാതാവിനും അമ്മ മാതാവിനും യേശുവപ്പച്ചനും എന്നെ എൻ്റെ കുടുംബത്തിനെ ഇത്രയും ഉയർത്തി